ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ്. 78% നൈട്രജൻ ഉണ്ട്. രണ്ടാം സ്ഥാനത്തുള്ളത് ഓക്സിജനാണ്. 21% ഓക്സിജൻ ഉണ്ട്. ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ ബാഷ്പീകരണ തോതും കൂടുതലായിരിക്കും. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്ന പേരാണ് ഘനീകരണമർമ്മം. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ മേഘരൂപീകരണത്തെ സഹായിക്കുന്നതിനാൽ അവ അറിയപ്പെടുന്ന പേരാണ് ഘനീകരണമർമ്മം. ഇനി ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരും. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരും. ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് ഹോമോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് ഹോമോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്ന പേരാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്ന പേരാണ് കാർമൻ രേഖ. 90 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ. ഇനി അന്തരീക്ഷത്തിലെ ചില പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയറാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെയാണ്. ട്രോപ്പോസ്ഫിയർ 8 കിലോമീറ്റർ മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമധ്യരേഖ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എന്ന് പറയുന്നത് 18 കിലോമീറ്ററാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, മേഘരൂപീകരണം ഇവയൊക്കെ ഉണ്ടാകുന്ന അന്തരീക്ഷ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിലുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരും. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന രീതിയിൽ താപം കുറഞ്ഞു വരും. ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഈ അളവിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കും. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ് എന്നാണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ വരെ വ്യാപിച്ച് കിടക്കും. ഭൂമിയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ച് കിടക്കും. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം വരുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് സമതാപ മേഖല. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം വരുന്നില്ല. ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് സമതാപ മേഖല. ഇനി പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറാണ്. അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ പാളിയും ജെറ്റ് വിമാനങ്ങളും സഞ്ചരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് സ്ട്രാറ്റോപാസാണ്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് സ്ട്രാറ്റോപാസ്. ഈ സ്ട്രാറ്റോപാസാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത്. സ്ട്രാറ്റോപാസാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച്
ഊഷ്മാവ് കൂടി വരും. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടി വരും. അടുത്തത് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് മീസോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിലാണ്. ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് മീസോസ്ഫിയറിലാണ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളിയാണ് മീസോപാസ്. നിശാമേഘങ്ങൾ അഥവാ നോക്ടിലൂസിൻ്റെ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. നിശാമേഘങ്ങൾ അഥവാ നോക്ടിലൂസിൻ്റെ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് മീസോസ്ഫിയർ. അടുത്തത് തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കും. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കും. തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് എക്സോസ്ഫിയർ. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഔറോറ കാഴ്ച അല്ലെങ്കിൽ ധ്രുവദീപ്തി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. ഔറോറ കാഴ്ച അല്ലെങ്കിൽ ധ്രുവദീപ്തി കാണുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. അടുത്തത് അയണോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിലാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് അയണോസ്ഫിയറിൽ. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് അയണോസ്ഫിയർ. അയോണീകരണം നടക്കുന്ന അന്തരീക്ഷ മണ്ഡലം അയണോസ്ഫിയർ. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരാണ് എസ്.കെ. മിത്ര. അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരാണ് എസ്.കെ. മിത്ര. അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളിയെപ്പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളിയെപ്പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി രചിച്ചത് എസ്.കെ. മിത്രയാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫ് കീലിംഗ് കർവാണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ്. ഈ കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ്. അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എയറോസോളുകൾ. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേര് എയറോസോളുകൾ. അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.